സി രഘുനാഥ് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് ജയിക്കും. എങ്ങനെ? കാരണം റിജിൽ മാക്കുറ്റിയുടെ പാർട്ടി ഗുണ്ടാ പ്രാണിയെ കഴുത്തറിഞ്ഞ് കൊന്ന ഈ പാർട്ടിയുടെ നേതാക്കളാണ് അവിടെ മത്സരിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഗുണ്ടാ രാഷ്ട്രീയം കൊണ്ട് കണ്ണൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയ മാർക്സിസ്റ്റ് നേതാക്കളും മത്സരിക്കുന്നത്. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ്. ആ രാഷ്ട്രീയത്തിന് കൂടായിരുന്നു ഡിസംബർ സി രഘുനാഥ്. ആ രാഷ്ട്രീയത്തിന്റെ ഒക്കെ കൂടായിരുന്നു കഴിഞ്ഞ ഡിസംബർ വരെ. നേരത്തെ വിനോദ്ജി പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഉപേക്ഷിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വന്നിട്ട് വികസനത്തിന്റെ പാതയിലൂടെ ഈ പാർട്ടി ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി ശരി ശരി. അല്ല പി ദിവ്യ, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ വേളയിൽ എ കെ ബാലൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ചിഹ്നം നഷ്ടമാകും, പിന്നീട് ഈ പറഞ്ഞ ഈനാമ്പേച്ചിയുടെയോ അല്ലെങ്കിൽ മറ്റു മത്സരിക്കേണ്ടി വരും. അത് ഇലക്ഷൻ സമയത്ത് പറയേണ്ട ഒരു വർത്തമാനമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എടുത്ത് പിടിക്കുകയാണത്. അതില് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചോ പറഞ്ഞ കാര്യമല്ല. പാർട്ടി ഏതൊരു യോഗത്തിൽ വെച്ച് തമാശ രൂപേണ പ്രവർത്തകരോട് പറഞ്ഞൊരു വാചകമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട അതല്ല. അതായത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന നിലപാടുകളാണ് ഇന്ന് രാജ്യം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യം ഞെട്ടിക്കുന്ന ഈ ബോണ്ട് വിഷയം ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടിയാണ് എന്ന നല്ല ബോധ്യം വേണം. ഇതൊരു ചെറിയ പാർട്ടിയല്ല, ഇത് വലിയ പാർട്ടി തന്നെയാണ്. ഈ എണ്ണം നോക്കിയിട്ടല്ല, അതിനപ്പുറത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാജ്യസഭയ്ക്കകത്ത് ഇടതുപക്ഷത്തിന്റെ എംപിമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനം മതി. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കാന്താരി ഒന്നും അറിയെന്ന് പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ എംപിമാർ 1, 2, 10, 200 സമാനമാണ്. അതുകൊണ്ട് ഈ BJP-ക്കാര് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വികസനം നടത്തിയിട്ട് ഈ വികസനത്തിന് വേണ്ടി വോട്ട്, ഇവർക്ക് എന്താണ് വോട്ട് കൊടുത്തിട്ട് കാര്യമെന്നൊക്കെയാണ്. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് മോഡി ഭരണം താഴെ ഇറങ്ങിയില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു വിപത്തായി മാറും. ഒന്ന്, മോഡി ഗ്യാരണ്ടി എന്താണ്? പെട്രോളിന് വില വർദ്ധിക്കുന്നു, ഡീസലിന് വില വർദ്ധിക്കുന്നു, വർഷം തോറും 2 കോടി മനുഷ്യർക്ക് തൊഴിൽ നൽകുമെന്ന് പറയുന്നു, സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് പറയുന്നു, പാചകവാതകത്തിന്റെ സബ്സിഡി പോലും ലഭിക്കുന്നില്ല, 250-ൽ നിന്ന് ഇപ്പൊ കയറിയിട്ട് 1300-ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ല ഞാൻ പറയട്ടെ, അല്ലല്ല കേക്കൂ. അതായത് ഏത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ അയക്കാന്ന് പറഞ്ഞ കക്ഷികളാണ്. എന്നിട്ട് ഭരണത്തിൽ പോയിട്ട് ഉണ്ട്, അവിടെ ഉണ്ടാവും. ഈ 10 വർഷം തികഞ്ഞിട്ടും ഈ പറയുന്ന വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ പറ്റിയോ? ഇപ്പൊ ചർച്ചയിൽ പങ്കെടുത്ത BJP-യുടെ അനുഭാവികളായ സഹോദരങ്ങളാണല്ലോ, അവരുടെ അമ്മയോട് പോയി ചോദിക്കണം, പാചകവാതകം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അതിന്റെ സബ്സിഡി വന്നിട്ട് എത്ര വർഷമായി എന്ന്. BJP അധികാരത്തിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവര് സ്വന്തം അമ്മമാരോട് ചോദിച്ചാൽ അവരുടെ പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, പാർട്ടിയെ കുറിച്ചല്ലാന്ന്, പാർട്ടി ചർച്ചയല്ല, തെരഞ്ഞെടുപ്പാണ്. അതൊക്കെ ചർച്ച പിന്നെ അടുത്തൊക്കെ പറഞ്ഞതിന് ഉത്തരം പറയും. സാധാരണ അമ്മമാർക്ക് ഗ്യാസ് കണക്ഷൻ മോദിയുടെ രീതിയിൽ ഉജ്ജ്വല യോജന, അതെ ഉജ്ജ്വല യോജനയാണല്ലോ, അതെ ഉജ്ജ്വല യോജനയാണല്ലോ. ഉജ്ജ്വല യോജന കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാചകവാതക ഉജ്ജ്വല യോജനയ്ക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാല് കാശ് കൊടുത്തിട്ട് കൊടുക്കുന്നതാണ്, കാശ് കൊടുത്തിട്ട് വാങ്ങുന്നതാണ്, ഫ്രീ അല്ല. 10 ലക്ഷത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സബ്സിഡി ആയി വെച്ച് കൊടുക്കുന്ന, നിങ്ങൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന അരി ഇപ്പൊ സപ്ലൈകോ വന്ന് റൈസ് എന്നും പറഞ്ഞ് അതിന്റെ സഞ്ചിയിലാക്കി കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഗവൺമെന്റ് റൈസ് കൊടുക്കും. ജനങ്ങൾക്ക് ആവശ്യം കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ കേന്ദ്രത്തിന്റെ അരിയും കേന്ദ്രത്തിന്റെ ഒരു സഹായവും കിട്ടാതെ ആകാശത്തേക്ക് നോക്കി നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് കരുതലിലാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിച്ചത്. റേഷൻ കടയിൽ പോയി കോവിഡിന്റെ കിറ്റുമായി വരുമ്പോ ആ കിറ്റിന്റെ പുറത്ത് പിണറായി വിജയന്റെ പടം വെക്കണമെന്ന് ആ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അത് ഓർത്താൽ മതി.